ആന്റോ കാസ്ട്രോ സർഗയ്ക്കും വിവേചനമോ? തീർച്ചയായിട്ടും വിവേചനമുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരേക്ക് ഒരു ദിവസം വരുന്ന സമയത്ത് ഈ ഖാർഗെയുമായിട്ട് ഏകദേശം 3 മണിക്കൂർ എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടി. അപ്പം ഞാൻ അന്നേരം ഈ പ്രസിഡൻ്റ് ആകുന്നതിന് മുൻപാണത്. അപ്പോൾ അദ്ദേഹം പ്രസിഡൻ്റ് ആവും എന്നുള്ള മൈൻഡ് സെറ്റൊന്നും നമുക്കില്ല. പക്ഷേ വളരെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ദീർഘവീക്ഷണമുള്ള മനുഷ്യനാണ് ഇദ്ദേഹം എന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, കാരണം അത്രയും ഒരു ബേസ് ഉണ്ട് നേരത്തെ ചിന്തിച്ചിട്ടില്ലെങ്കിലും പിന്നീട് തോന്നിയത് എനിക്ക് ഇദ്ദേഹം എന്ത് ദീർഘവീക്ഷണമുള്ള ആളാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഒരു സംവിധാനം ഇപ്പോൾ 79ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് നമ്മൾ. ആ സമയത്ത് എന്താണ്, ഓരോ 6 മിനിറ്റിലും ഓരോ 6 മിനിറ്റിലും ഒരു ദളിതനല്ലാത്തവരെ കൊണ്ട് ഒരാളെ കൊണ്ട് ആക്രമിക്കപ്പെടുകയാണ്. ഓരോ ദളിതനുമാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക എവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യയിൽ ഇപ്പോൾ പാർലമെൻറ്റിൽ വന്നൊരു കണക്ക് എന്ന് പറയുന്നത് 2019 തുടങ്ങി 2026 വരെ 498 ദളിതരാണ് മാൻഹോളിൽ വീണ് കൊല ചെയ്യപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക എങ്ങനെയാണ് ദളിതരെ ഇന്ത്യയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ ജാതി ആക്ഷേപം എന്ന് പറയുന്നത് ഏത് വലിയ സ്ഥാനത്തെത്തിയിട്ടും കാര്യമില്ല. ഏത് വലിയ സ്ഥാനത്തും ഇന്ത്യയുടെ ഏറ്റവും വലിയ പോസ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി പ്രസിഡൻറ്റിൻ്റെ പോസ്റ്റല്ലേ. പ്രസിഡൻറ്റിൻ്റെ പോസ്റ്റിൽ ഇരിക്കുന്നവർക്ക് വരെ ജാതി അധിക്ഷേപം നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ആണ് ചില സ്ഥലങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് ഇപ്പോൾ BJPയിൽ നിന്ന് നമ്മൾ അതിനേക്കാൾ അപ്പുറം പ്രതീക്ഷിക്കേണ്ട കേട്ടോ, അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ അതിന് അപ്പുറം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഈ എന്താണ് ബ്രാഹ്മണർ, ശൂദ്രർ, വൈശ്യർ, ക്ഷത്രിയർ എന്ന് പറഞ്ഞ് 4 വിഭാഗങ്ങളായി തിരിച്ച് ഹിന്ദു സംവിധാനത്തെ അങ്ങ് കൈകാര്യം ചെയ്തു. അതിൽ നിന്ന് പുറത്താണ് നമ്മൾ ഈ പറയുന്ന ദളിതർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും സാക്ഷരത കൈവരിച്ചു, ഇന്ത്യയിൽ നമ്മൾ വളരെ മുന്നോട്ട് വന്നു എന്നൊക്കെ പറയുന്ന സമയത്തും ഇന്നലെ ഒരു ഡോക്ടർക്ക് ഒരു പശുവിനെ വാഹനം ഇടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സ്കോപ്പ് മറ്റേ നമ്മുടെ ഫോർച്യൂണർ വാഹനം മറച്ചിടുകയാണ് ആൾക്കാർ വന്നിട്ട്. എന്താ കാരണം? പശുവിനെ ഇടിച്ചു എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ അടിച്ച് അവശനാക്കി പോലീസ് നിൽക്കുമ്പോഴും അടിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, എങ്ങനെ അതിന് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മൾക്കിപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഏറ്റവും വലിയ പോസ്റ്റിലിരിക്കുന്നതാണ് മല്ലികാർജ്ജുന ഖാർഗെ എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ്. അപ്പോൾ അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതലൊരു പോസ്റ്റ് ഇല്ല കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം. അവിടെ നിന്ന് ആ അധ്യക്ഷന് വിവേചനം നേരിട്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാർലമെൻറ്റിൽ വന്ന് സംസാരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. ചാണകം തളിക്കുകയാണ്. മനുഷ്യൻ കയറുന്ന സ്ഥലത്ത് അത് ശുദ്ധീകരണം നടത്താൻ വേണ്ടി ചാണകം തളിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്ത്യയുടെ ഒരു വിഭാഗം പോയി നിൽക്കുന്നത്. കൂടുതൽ പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളെക്കാളിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം അവരെന്താണ്, അവർ ഋഗ്വേദവും ഒക്കെ ഭരണഘടനേൻ്റെ ഭാഗമാക്കണം, ഭരണഘടനേൻ്റെ ഭാഗമാക്കി അതിലൊക്കെ ചർച്ച നടത്തണം എന്ന് പറഞ്ഞ് വാദിച്ച ആൾക്കാർ, മനുസ്മൃതിയും ഭാഗമാക്കണം എന്ന് പറഞ്ഞ് ചർച്ച നടത്തി അതിനിട്ട് മുന്നോട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടാണ് ഭരണഘടന ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നൊക്കെ വളരെ മുന്നോട്ട് പോകണം. കാരണം ഇത് നമ്മൾ ഒരു സംവിധാനം ചർച്ച ചെയ്തുകൊണ്ടോ ഒന്നും മാറ്റം വരുന്നു എന്നുള്ളതല്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനങ്ങളിലെങ്കിലും ഇങ്ങനെ ഇല്ലാതാകുക എന്നുള്ള, ഇന്ന് വരുന്ന തലമുറയ്ക്കെങ്കിലും ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഈ പറയുന്ന തൊലിപ്പുറത്തല്ല ഈ എല്ലാ സംവിധാനവും ഉള്ളത്, എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് എന്നും മനസ്സിലാക്കുക. കാരണം നിങ്ങൾ നോക്കിക്കോളൂ, എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തതിൻ്റെ അകത്തും ഒരു ദളിതനുണ്ടാവാം, അല്ലെങ്കിൽ ഒരു കർത്തവർഗ്ഗക്കാരനുണ്ടാവാം. അപ്പോൾ ഇതെങ്ങനെയാണ് എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ നോക്കിക്കോളൂ. പക്ഷേ ഈ ജാതി വിവേചനം എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ്. നേരത്തെ അരുൺ സാർ പറഞ്ഞില്ലേ, അത് പ്രസിഡൻറ്റിന് വരെ ഒരു പലകിയിട്ടതിൻ്റെ അപ്പുറം നിൽക്കേണ്ട അവസ്ഥയാണ്. ആരാണ്? ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. അവരെ തടയാൻ വരെ ഈ ജാതിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് കോൺഗ്രസിൻ്റെ വലിയ ജാഥ കാണുമായിരുന്നു. സന്തോഷം തോന്നി. കാരണം എന്താണ്, കേരളത്തിലേ അത് നടക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. വേറൊരു സ്റ്റേറ്റിൽ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് വരികയും ജാതി അടിസ്ഥാനത്തിൽ ഇനിയുള്ളൊരു സംവിധാനമോ അല്ലെങ്കിൽ കൊലപാതകമോ അല്ലെങ്കിൽ പറയുന്ന ഒരു വിവേചനം ഉണ്ടാകരുത്, നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകരുത് എന്നുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കപ്പെടേണ്ട അത്യാവശ്യമാണ്. അതിന് ഈ പ്രസിഡൻറ്റ് എന്തുകൊണ്ടായിരിക്കും മല്ലികാർജ്ജുന ഖാർഗെ വന്നിട്ട് ഇത് പാർലമെൻറ്റിൽ പറയുന്നത്? പാർലമെൻറ്റിൽ പറയാനുള്ള കാരണം ഇത് ഇന്ത്യ ചർച്ച ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തിന് മനസ്സിൽ വെച്ചാൽ മതി. കാരണം അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന കാര്യം, അദ്ദേഹത്തിന് മാത്രം ഏറ്റ കാര്യം. എന്തുകൊണ്ടാണ് പാർലമെൻറ്റിൽ പറയുന്നത്? ഇന്ത്യ ചർച്ച ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഇന്ത്യ ചർച്ച ചെയ്യുന്ന രീതിയിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ രാജ്യം ചർച്ച ചെയ്യണ്ടേ? രാജ്യം ചർച്ച ചെയ്യാനുള്ള സാഹചര്യം ഇന്ത്യയിലുണ്ടോ? അതില്ല എന്നുള്ളതാണ്. ഈ സി ജെ പിയുടെ സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെ എങ്ങനെയാണ് അമേരിക്കയിൽ പോയി പഠിച്ചത് എന്നൊരു BJP MP ചോദിച്ചു. ആ ചോദ്യം അഭിജിത്ത് ദീപ്കെക്ക് അങ്ങനെ പണം കിട്ടി എന്നുള്ളതല്ല, അദ്ദേഹം ഒരു ദളിതനാണ് എന്നുകൊണ്ടാണ് എങ്ങനെ അമേരിക്കയിൽ പോയി പഠിച്ചു എന്നുള്ളതാണ്.
Meet the editors.